ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീമന്നാരായണീയം ദശകം 11 ശ്ലോകം 5. തദേതദാജ്ഞായ ഭവാനവാപ്ത സഹൈവ ലക്ഷ്മ്യാ ബഹിരംബുജാക്ഷ ഗഗേശ്വരാം സർപ്പിത ചാരുബാഹു ആനന്ദയം സ്ഥാനഭിരാമമൂർത്തിയ. സാരാംശം: തന്നെ കാണുവാനായി ബ്രഹ്മദേവൻ്റെ മാനസപുത്രന്മാരും തൻ്റെ ഉത്തിഷ്ഠഭക്തരുമായ സനകാദികൾ വൈകുണ്ഠലോകത്തിലെത്തിയെന്നും അവരെ ജയവിജയന്മാർ തടഞ്ഞുവെന്നും ഭഗവാന് മനസ്സിലായി. മാത്രമല്ല, കോപിഷ്ഠരായ സനകാദികൾ ജയവിജയന്മാരെ ശപിച്ചുവെന്നും ഭഗവാന് മനസ്സിലായി. വൈകുണ്ഠലോകത്ത് എന്ത് നടന്നാലും അത് ഉടനടി ഭഗവാൻ അറിയും. ആര് പറഞ്ഞു കൊടുക്കണമെന്നില്ല. ഇന്നത്തെ പോലെ ക്യാമറകളൊന്നും അന്നുണ്ടായിരുന്നില്ല. തന്നെ കാണാൻ വരുന്നവരെ അങ്ങോട്ട് ചെന്ന് കാണുന്നതാണ് ഭഗവാൻ ഇഷ്ടം. അത് ഭഗവാന്റെ ഭക്തവാത്സല്യത്തെ സൂചിപ്പിക്കുന്നു. സനകാദികളെ അനുഗ്രഹിക്കുവാനും ശാപഗ്രസ്തരായ ജയവിജയന്മാരെ സമാശ്വസിപ്പിക്കുവാനും വേണ്ടിയാണ് ഭഗവാൻ തൻ്റെ മാളികയിൽ നിന്നും പുറത്തേക്ക് വന്നത്. ലക്ഷ്മി ഭഗവതിയോടുകൂടി ഗരുഡാരൂഢനായി ഭഗവാൻ വരുന്നത് കണ്ടപ്പോൾ തന്നെ സനകാദികളുടെ മനം കുളിർത്ത് മുഖം പ്രസന്നമായി. അവരാഗ്രഹിച്ച സുന്ദരമായ ദർശനം സഫലമായി. അവരിൽ നിന്നും അവരറിയാതെ തന്നെ സ്തുതിഗീതങ്ങൾ ബഹിർഗമിച്ചു. ശ്രീമദ് ഭാഗവതം 3-ാം സ്കന്ധത്തിലെ 15-ാം അധ്യായത്തിലെ 38-ാം ശ്ലോകം മുതൽ 42 വരെയുള്ള 5 ശ്ലോകങ്ങളെ ഭട്ടതിരിപ്പാട് ഒരു വാക്കുകൊണ്ട് സംക്ഷേപിച്ചു. അതാണ് അഭിരാമമൂർത്തിയ എന്ന പദം. ഇതിൽ നിന്നും ഭട്ടതിരിപ്പാടിൻ്റെ സംസ്കൃത പാണ്ഡിത്യം നമുക്ക് മനസ്സിലാക്കാമല്ലോ. ഹരേ കൃഷ്ണ. സർവം കൃഷ്ണാർപ്പണമസ്തു.